ആ അഞ്ഞു പോത്താണല്ലോ അല്ലേ? ആ ഏട്ടക്കൗത്തൊക്കെ പിടിച്ചാൽ പിടിയത്തില്ലല്ലോ. ആ എന്താപ്പോ അതെ എന്താപ്പോ വില നിലവാരം? ഒന്നേമുക്കാല് പറയണോ അല്ലേ? ഉണ്ട് അതെ പവറുണ്ട്. ഏടക്കൗത്തുമ്പോ തന്നെ ഇറച്ചി ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? പിടിച്ചാൽ പിടിയത്തില്ല. അതിന്റെ ഒരു ജോഡി സാമ്പിൾ ഇതൊരു 3-ന്റെ അടുത്തുണ്ടാവും. അതെ ഇതാ ഇതെന്താ 1 രൂപ? അത് കുറച്ച് മുനി വലിപ്പുണ്ട്. അതെ ഇത് 1 രൂപ അത് 1.25 അല്ലേ? ചോദിക്കേണ്ട വില വൃത്തിയിലുണ്ട്, എല്ലാം കൊണ്ടുണ്ട്. ഇത് 1 രൂപ ലാസ്റ്റാ പറഞ്ഞു ആവശ്യക്കാർ വന്നാലേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഒരു ചെറിയ രീതിയിലൊക്കെ പറഞ്ഞേപ്പാരും തരില്ല. സാധനം വൃത്തിയിലുണ്ട്. 75 ഇപ്പൊ കിട്ടില്ല. എപ്പോഴും കിട്ടില്ല. ഞാൻ എപ്പോഴും കിട്ടില്ല. എപ്പോഴും കിട്ടില്ല. ആനെ കൊമ്പ് വലിപ്പല്ല. കൊമ്പ് വലിപ്പമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളൂ. ഇല്ലേ വേണ്ടേ? അല്ലാത്ത മതി. കയമ്പ് കൂടിയ വനിതാ പോത്താണല്ലോ. ചാടിക്കളിണ്ട തൊട്ട ചാടിക്കളിയല്ലേ? അല്ല എരുമ, വനിതാ എരുമ. ഇതൊക്കെ എന്ത് വില വരും? 65, 70, 75. അതെ 65, 70. ഇത് ചന്തിക്കനെ കൂടിയതാ? കുറച്ച് കൂടും. അത് കുറച്ച് കൂടും. പിന്നെ അങ്ങോട്ടൊക്കെ കുറയും. ഇതൊക്കെ വെള്ളക്കാരാണല്ലോ. അമേരിക്ക, ഓസ്ട്രേലിയയാണ്. ഇതൊക്കെ എന്താ വിലയുടെ? 35, 38, 40. 35, 38, 40. പറച്ചല് കൊടുക്കുമ്പോ കുറച്ചൊക്കെ കുറയും. ചില്ലറ വ്യത്യാസത്തിൽ പോകുന്നാറ്. നല്ല മീറ്റ് കിട്ടും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ എരിഞ്ഞിപ്പൂ തൈലം ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് വളരെ ഗുണമുള്ള തൈലമാണ് ഈ എരിഞ്ഞിപ്പൂ സിഫ തൈലം. ഇത് സ്വന്തമായി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തൈലമാണ്. അനവധി ആളുകൾക്ക് വേദന മാറി നല്ല റാഹത്തിന് നടക്കണം. അപ്പോ ഇത് വേണമെന്നുണ്ടെങ്കിൽ വേദന വരുമ്പോൾ ഒന്ന് തേച്ചാൽ 1 മണിക്കൂർ ഇരുന്ന് ചുടുവെള്ളത്തിൽ കുടിച്ചാൽ ഇതാണ് ഈ തൈലത്തിന്റെ പവർ. തലവേദന ഉണ്ടെങ്കിൽ വെറുതെ നെറ്റീവ് പറ്റുക, തലവേദന മാറും. കൊടിഞ്ഞി കുത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനും നല്ല തൈലം ഉപയോഗപ്പെടുത്താം. അങ്ങനെ ശരീരത്ത് എന്ത് വേദന ഉണ്ടെങ്കിലും ഈ തൈലം ഉപകാരമുള്ളതാണ്. എരിഞ്ഞിപ്പൂ ഷിഫ തൈലം കടകൾ കിട്ടില്ല, എൻ്റെ കിട്ടുള്ളൂ. വീട്ടിൽ വന്നാലും കിട്ടും. നമ്പർ 95 44 38 26 75. ഈ നമ്പറിൽ വിളിച്ചാൽ സാധനം കിട്ടും. തൈലം തൈലം എവിടെ വെട്ടില്ലേ? തൈലത്തിന്റെ കൊപ്പിടുത്ത് കാണിച്ചു മൂപ്പര് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് പേടിയെടുക്കല? ഇതാണ് തൈലല്ലേ? ഗുണമുള്ള കാണ് പൊന്നെ തേച്ചാൽ ഉടനെ മാറ്റമാണ് കൂട്ടരെ തേച്ചാൽ മാറുന്ന തൈലം. അനവധി മഹാന്മാർ ഇജാസത്ത് ഉള്ള തൈലമാണ്. വല്ലാത്തൊരത്ഭുതമാണ് ഈ തൈലം തന്നെ. എരിഞ്ഞിപ്പൂ തൈലം ഞാൻ വിട്ടുകൊടുത്തോളാം. നിങ്ങൾ പറയും ആ കാര്യം ഒരു ഫോട്ടോ ഇരുന്നിട്ടാ മുടിയൊക്കെ ഒന്നാണ്ട് തീർന്നോളി. പിന്നെ എന്താ ഇപ്പൊ മൂരിക്കുട്ടികള് ഇന്നിപ്പോ കൊടുക്കുന്ന മൂരിക്കുട്ടികൾ ഇപ്പൊ എന്താ വില? മൂപ്പർക്ക് ഒരു 5-6 കൊടുക്കാല്ലേ? 15 മേനയാ?
അതെ ഉള്ളതിനല്ലേ പറഞ്ഞത് 15 മേനി 15,000 മേനിയാണ് മൂരി കുട്ടികൾ വില പറഞ്ഞത്. നല്ല വലിപ്പുള്ള കുട്ടികളാ ഒക്കെ ഒന്നിനൊന്ന് മെച്ചാ. അവര് 2-3 കുറച്ച് ചേർത്തുണ്ട്. ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോ 15 മേനി അല്ലേ? അത് യൂട്യൂബിൽ വരും. ഇന്ന് തന്നെ വരും. അതൊക്കെ എന്നോ അതേ ദിവസം വരും. നിങ്ങളെ കാണില്ലേ? ആ അതാണ് ആൾക്കാർ കാണട്ടെ. ഇതൊക്കെ എന്തായാലും മൂരിക്കുട്ടി ഇതെത്ര വില പറഞ്ഞു? ഇതൊക്കെ ഒരേ വില? ഇതൊക്കെ ഒരേ വില 15 മേനി. എന്താ എന്താ പോത്തുകുട്ടികളൊക്കെ പോലെ? 38,000 മീൻ ചോദിക്കുന്നു. നാളെ 2 ശിർസി ചോദിക്കുന്നു. 2 ചെറുതാ? 2 ചെറുത് 42 ചെറുതല്ലേ? കിടാവ് എത്ര? 42 രൂപ. ഇങ്ങനെ പറഞ്ഞ വെറുതെ ആൾക്കാർ ഇവിടെ കത്ത് ഓടുക. ആ ഈ ഫോളോവേഴ്സിന് പൈസ വീഡിയോ കണ്ടാൽ മതിയുള്ളൂ. ഫോളോവേഴ്സിന് പൈസ അല്ലേ? ഇത് 42,000 കുറയാണ്ടാവോ? 42,000 ഇജ്ജ് പറഞ്ഞിട്ട് കുറയൊന്നും എല്ലാവർക്കും അറിയാലോ. ആ 2,000 വലുതാ പറഞ്ഞില്ലേ? ആ 45 പേനി പറയുന്നത്. 45 പേനി പറിച്ചലേ ഉള്ളൂ. കൊടുക്കുമ്പോ ഇപ്പൊ എത്രയൊക്കെ കൊടുക്കും? മട്ടമ്പല കൊടുക്കാം. മട്ടമ്പല പറഞ്ഞാ 38 രൂപ കൊടുക്കാം. 38 45 പറഞ്ഞിട്ടുണ്ട്. 38-നൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. പോത്തുകൾ തന്നെയാണ്. ഇപ്പൊ വേറെ ഒന്ന് കൊടുത്തല്ലോ, 4 കൊടുത്തല്ലോ. 44,000 പേനി. അതെ കൊടുത്ത്. അത് വില കുറച്ച് കൊടുത്തു. ഇത് വില കൂടിയിട്ടാണല്ലോ പറഞ്ഞത്. സ്ഥിരം കൊടുക്കാണല്ലോ. അത് കാരണം വില കുറച്ച് കൊടുക്കും. എന്നാൽ സ്ഥിരം ഞാൻ എൻ്റെ മേടിക്കാം. എന്തേ അപ്പൊ വില കുറച്ച് കിട്ടുമല്ലോ. ഈ 2 പൊടി വെക്കാണി. നിങ്ങളവിടെ പോയി നേരം പോയി. ഏയ് പൈക്കളുണ്ട് പൈക്കള്.